ഹേ ഗൈസ്, ആൽബിനാണ്. കൽക്കി റിവ്യൂ. ഒന്നും പറയാനില്ല. എപ്പിക് എന്ന് പറഞ്ഞാൽ എപ്പിക്, ഒരു രക്ഷയില്ല. ഇന്ത്യയിൽ നിന്ന് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഒരു പടം ചെയ്തു വെച്ചിട്ടുണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് CGI വർക്ക്. ഒരു മഹാഭാരത യുദ്ധം അല്ല പോട്ടെ, ഒരു യുദ്ധം നമ്മൾ ടെക്നിക്കലി യൂസ് ചെയ്ത് എങ്ങനെ അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, അതാണ് കൽക്കി. ജനറേഷൻ ഗ്യാപ്പൊന്നും ഇവിടെ പ്രശ്നമില്ല. പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ഒത്തിണങ്ങി കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പടം. വിഷ്വലി ബ്യൂട്ടിയാണ് പടം, വിഷ്വലി ബ്യൂട്ടി. നാഗ് അശ്വിൻ എവിടെയായിരുന്നു? മഹാനദി കണ്ടായിരുന്നു, പക്ഷെ ആ ഒരു വർക്ക് വെച്ചിട്ട് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല. മാൻ. കാസ്റ്റ്: പ്രഭാസ്, കമലഹാസൻ, അമിതാഭ് ബച്ചൻ. എൻ്റെ മോനെ, അമിതാഭ് ബച്ചനൊക്കെ. ദീപിക, ശോഭന, അന്നപ്പൻ, പശുപതി, രാജമൗലി, ദുൽഖർ, വിജയ് ദേവർകൊണ്ട. സ്പോയിലറാണ്, കുഴപ്പമില്ല. ഇത് അങ്ങനെ വലിയൊരു കാസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും അടിപൊളി റോൾ കൊടുത്തിട്ടുണ്ട്, നല്ല നല്ല റോൾ കൊടുത്തിട്ടുണ്ട്. എനിക്കെന്തോ പേഴ്സണലി ദുൽഖറിന് മാത്രം ചെറിയൊരു റോള്, നല്ല റോളാണ്, പക്ഷേ ഒരു സിനിമയുടെ ഗ്ലിംസ് കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ടിക് ടിക് എന്ന് വെച്ചിട്ട് വന്നു പോയി കഴിഞ്ഞു. ദേവർകൊണ്ടയ്ക്കും നല്ല റോളുകളുണ്ട്, ഇല്ല അല്ല പറഞ്ഞാൽ, പക്ഷേ ആൾക്കും റോൾ കുറവാണ്. അവരെ അപേക്ഷിച്ച് അന്നാബന്നിനൊക്കെ നല്ല റോളുണ്ട്. അന്നാബന്, ശോഭനൊക്കെ അടിപൊളിയുണ്ട്. എടുത്തു പറയേണ്ടത് കമലഹാസൻ്റെ മേക്ക് ഓവർ. എൻ്റെ മോനെ, കമലഹാസൻ രക്ഷയില്ല. പിന്നെ അമിതാഭ് ബച്ചനാണ് എനിക്ക് എൻ്റെ ഒരു ബേസിൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഹീറോ. അമിതാഭ് ബച്ചൻ ആളെ ഈ 8 അടി വെച്ചിട്ട് അമ്മാതിരി അംഗങ്ങളാണ് കാണിച്ചു വിടുന്നത്, രക്ഷയില്ല. പിന്നെ പ്രഭാസ് നമുക്ക് ഫസ്റ്റ് ഹാഫ് വരുമ്പോൾ വലിയ എന്തിട്ട് സാധാരണ ഒരു പ്രഭാസ് റോൾ തന്നെ കാണുന്നത്, പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത് മാറും. ഇതിപ്പോൾ എന്താ പറയുക, ഈ മഹാഭാരതമൊക്കെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് പടം നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലാത്തവർക്കും പറ്റും, അല്ലാതല്ല പറഞ്ഞാൽ, പക്ഷേ അതറിയണവർക്ക് ഒന്നുകൂടി നന്നായി കണക്ട് ചെയ്യാൻ പറ്റും. കാരണം സെക്കൻഡ് ഹാഫ് കൂടുതലും ആ ഒരു ശൈലിക്കാണ് പടം കൊണ്ടുപോകുന്നത്. മ്യൂസിക് പടത്തിന് ആവശ്യമുള്ളത് കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ട് മേളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. BGM വൈസ് നോക്കുമ്പോൾ കമലഹാസൻ്റെ BGM അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ബുജിയുടെ BGM നല്ല രസമുണ്ട്. ബുജിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ബുജിക്ക് വോയിസ് കൊടുത്തിട്ടുള്ളത് കീർത്തി സുരേഷാണ്. ക്രിഞ്ചാവാണ്ട് ആൾ കുറേ ശ്രമിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പടത്തിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് CG വർക്കാണ്. CG വർക്ക് ചെയ്ത ടീം പേരെനിക്കറിയില്ല, ഞാൻ അവിടെ മെൻഷൻ ചെയ്യാം. അടിപൊളിയുണ്ട്. ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് CGI ആണ്. ബെസ്റ്റ് CGI ഡയറക്റ്റഡ് ബൈ നാഗ് അശ്വിൻ. ആൾക്കൊരു മഹാഭാരതം സ്ക്രിപ്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആൾ സെറ്റാക്കി തരും, അടിപൊളിയാക്കി തരും, പറയേണ്ട കാര്യമില്ല. അതൊന്നും അമ്മാരി വർക്കാണ് ആൾ ചെയ്ത് വെച്ചോണേ. എൻ്റെ പൊന്നിടാവേ. അതിൻ്റെ സ്പോയിലറാണ്. ഫസ്റ്റ് ഹാഫ് അല്ല, ഇതിപ്പോൾ ഈ പാർട്ടായിട്ടാണ് സംഭവം വരുന്നത്. ഈ പാർട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത്, ഈ മൊത്തം പടം എടുത്ത് നോക്കാന്ന് വെച്ചാൽ ഈ മൊത്തം പടത്തിൻ്റെ ചെറിയൊരു ട്രെയിലറായിട്ടുള്ളൂ ഈ പാർട്ട്, ഈ ഇപ്പം ഇറങ്ങിയിട്ടുള്ള പടം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ഈ അമിതാഭ് ബച്ചൻ്റെ ഷോട്ടുകൾ വരുന്ന സമയത്ത് തന്നെ അമിതാഭ് ബച്ചൻ ചെറുതായിട്ട് ടെക് ടെക് വെച്ചിട്ട് ഗ്ലിംസ് കാണിക്കും. വേറെ ആ സാധനമൊക്കെ വരാനൊക്കെ എടുക്കണുള്ളൂ. ഇനി പ്രഭാസിൻ്റെ റോള് പറഞ്ഞില്ല, പ്രഭാസിൻ്റെ റോള് സെക്കൻഡ് ഹാഫിൽ മനസ്സിലാവും. ലോജിക്ക് വെച്ച് പടം കാണാൻ വെച്ചാൽ നമ്മൾ കാണാണ്ടിരിക്കായിരിക്കും ബെറ്റർ. കാരണം ലോജിക്കലി ഭയങ്കര പ്രശ്നമായിരിക്കും, പക്ഷേ വിഷ്വലി സെറ്റാണ്. അടിപൊളി പറഞ്ഞാൽ അടിപൊളി, ഒന്നും പറയാനില്ല. നമ്മൾ കൊടുക്കണ പൈസ നഷ്ടാവില്ല, അത് എൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ. പിന്നെ DQൻ്റെ റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞൊരു റോളാണ്, ഒരു പൈലറ്റ് പോലത്തെ റോളാണ് കാണിച്ചോണ. ആള് ഈ പ്രഭാസിനെ എടുത്ത് വളർത്തുന്നത് ആളാണ്, അങ്ങനെ റോളാണ് DQന്. കുറച്ചുള്ളൂ പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് റോളെന്ന് എനിക്ക് തോന്നുന്നു, അത്ര ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ വിജയ് ദേവർകൊണ്ടയ്ക്ക് അത്യാവശ്യം റോളുണ്ട്, അർജുനനായിട്ടാണ് പടത്തിൽ. കുറച്ച് കട്ട് പീസൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ആളുടെ ചെറിയ നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, നന്നായിട്ട്. പശുപതി നന്നായിട്ടുണ്ട്. പിന്നെ ദീപിക പദുകോണ് അടിപൊളി റോളാണ്. അടിപൊളി റോളാണ്. ആൾക്കൊരു മെയിൻ സെറ്റപ്പാണ് കൊടുത്തോണം. ആളൊരു എന്തായാലും ഇത്ര പറഞ്ഞത്, ആളാണ് ദൈവത്തിൻ്റെ അമ്മ ആയിട്ട് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ആള് നന്നായിട്ടുണ്ട്, അടിപൊളിയുണ്ട്. അന്നാബൻ നന്നായിട്ടുണ്ട്. അന്നാബിന് കുറച്ച് സീനുള്ളൂ, പക്ഷെ ആള് അത് അടിപൊളിയുണ്ട്. ശോഭന അടിപൊളിയുണ്ട്.
എല്ലാവരും വന്നവർ പോയവരൊക്കെ അടിപൊളി. എടുത്തു പറയണത് ഒരു കൗൺസിലർ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ട്, അതായത് വില്ലൻ്റെ ഒരു കൗൺസിലർ പോലത്തെ ഒരു സെറ്റപ്പാണ്. അത് ആ പടം കണ്ടവർക്ക് മനസ്സിലാവും. ആളുടെ പേര് ഇത് ശാശ്വത ചാറ്റർജി എന്നാണ് ആളുടെ പേര്, ഗൂഗിളിൽ കൊടുത്തിട്ടുള്ളത്. പേഴ്സണലി എനിക്കറിയില്ല. ആള് അടിപൊളിയുണ്ട്, നല്ല നല്ല ഒരു പെർഫോമൻസ് ആണ് ഉണ്ടാവുന്നത്. രാജമൗലി നന്നായിട്ടുണ്ട്. ആളൊരു സിമ്പിൾ സാധനമാണ്, പക്ഷെ അത് നന്നായിട്ടുണ്ട്. ചെറിയൊരു ആള് മറ്റേ പ്രഭാസിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഡയലോഗുകളാണ്. പടത്തിന് യൂസ് ആവുന്ന സംഭവമൊന്നുമല്ല, പക്ഷേ ചെറിയൊരു ക്യാമിയോ അത്രേ ഉള്ളൂ. നന്നായിട്ടുണ്ട്. നാഗാശ്വിൻ, താങ്ക് യു ഫോർ ദി കൽക്കി. പിന്നെ പടം 2Dയിലും 3Dയിലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ 3Dയിലാണ് കണ്ടത്, തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് കണ്ടത്. 3D 2D വലിയ വ്യത്യാസമൊന്നും 3D കണ്ടിട്ട് എനിക്കിപ്പോൾ വലിയ ഗുണമൊന്നും തോന്നിയില്ല, പക്ഷേ കുഴപ്പമില്ല. 2D കണ്ടാലും മതി, അത്രേ ഉള്ളൂ. എന്തായാലും കാണുമ്പോൾ നല്ലൊരു തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. കാരണം സംഭവം വിഷ്വലി കാണാനുള്ള ഒരു സെറ്റപ്പാണ്. ഈ പടത്തിൽ കുറച്ച് സീക്വൻസുകളുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലോകങ്ങൾ വേറെ, ഈ മൾട്ടിവേഴ്സാണ് കാണിക്കുന്നത്. അപ്പം വേറെ ലോകത്തേക്കൊക്കെ പോയി കാണിക്കുന്ന കുറച്ച് സീനറി സെറ്റപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഈ മൊത്തത്തിൽ കാണുകയാണെങ്കിലും നല്ലൊരു തിയേറ്ററിൽ പോയി കാണാൻ വെച്ചാൽ അതൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, തിരക്ക് തന്നെയുള്ളൂ. പടം തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് പോയി കാണാം. സെറ്റ് പടം പറഞ്ഞാൽ സെറ്റ് പടം, എല്ലാവർക്കും ഇഷ്ടമാവും. അടിപൊളിയായി പടം. ഇത് പൈസ മേടിച്ച് പറയണ കാര്യമില്ല കേട്ടോ. പേഴ്സണലി അപ്പോൾ പടം കണ്ടുവന്ന് പറയണ കാര്യം. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ എൻഡിങ്ങിലായിട്ട് പടത്തിൻ്റെ ടിക്കറ്റും എന്നെയും കൂടി ഉള്ള വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഓക്കെ.